എൻ വാസു റിമാൻഡിലായിരിക്കുന്നു. കോടതിയുടെ തീരുമാനമെത്തിയിരിക്കുന്നു. നമുക്ക് സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഭദ്ര, സുജു, എന്തൊക്കെയാണ് കോടതിയുടെ തീരുമാനം? എൻ വാസു റിമാൻഡിൽ. തീർച്ചയായിട്ടും എൻ വാസുവിനെ ഇപ്പം പത്തനംതിട്ട കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവിക 14 ദിവസം തന്നെയാണ് റിമാൻഡ് കാലാവധി. അങ്ങനെയാണ് എല്ലാ കേസുകളും റിമാൻഡ് ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് കേസുകളെന്ന പോലെ തന്നെ മറ്റ് പ്രതികളെ പിന്നീട് ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാവുന്ന മുമ്പ് തന്നെ പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കിക്കൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘം ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് റാന്നി കോടതിയിലാണ്. ഇന്ന് റാന്നി കോടതി അവധിയായതിനാലാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. ഒരു പക്ഷേ റാന്നി കോടതി നാളെയും അവധിയാണ്. റാന്നി കോടതിയിൽ തന്നെ കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകും. പ്രത്യേക അന്വേഷണ സംഘം നൽകാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എൻ വാസു കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. അല്പസമയത്തിനുള്ളിൽ തന്നെ എൻ വാസുവിനെ ഇപ്പോൾ കോടതിക്ക് പുറത്തേക്ക് എത്തിക്കും. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട കോടതി നിന്ന് എൻ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്കായിരിക്കും മാറ്റുക. പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടും ഇരുന്നില്ല. അതിനാൽ തന്നെയാണ് റിമാൻഡിലേക്ക് തന്നെ പോകുന്നത്. അന്വേഷണ സംഘം ഇനി മറ്റ് പ്രതികളുടെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. അതിന് പിന്നാലെയായിരിക്കാം ഒരുപക്ഷെ എൻ വാസുവിനെയും കസ്റ്റഡിയിൽ അപേക്ഷ നൽകുക. എൻ വാസുവിനെ 24-ാം തീയതി വരെയാണ് റിമാൻഡിൽ കഴിയേണ്ടി വരിക. ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് പത്തനംതിട്ട. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഈ കേസിൽ ഇപ്പോൾ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം എൻ വാസുവിനെ നേരത്തെ എൻ വാസു കേസിൽ പ്രതികരണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ എൻ വാസു അവകാശപ്പെട്ടത് താൻ ഈ കേസിൽ പ്രതിയല്ല, തനിക്ക് ഈ കേസിൽ മോശമായി ബന്ധമില്ലെന്നായിരുന്നു എൻ വാസുവിൻ്റെ നിലപാട്. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ മറ്റു പ്രതികളെ, ഇതിൽ കട്ടളപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് എൻ വാസു. മറ്റു പ്രതികളെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ എന്ന നിലയിലാണ് എൻ വാസു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ മറ്റു പ്രതികൾ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി തുടങ്ങിയ ആളുകൾ, സുധീഷ് കുമാർ തുടങ്ങിയ ആളുകൾ ഈ കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ എൻ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. അതിന് നിയമാനുസൃതമായി തന്നെ ആണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഈ കേസിൽ സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അയ്യപ്പൻ്റെ സ്വർണം ഒരു തരി മോഷ്ടിച്ച ആളുകളെ വെറുതെ വിടുകയില്ല എന്ന ആ നിലപാടിൽ തന്നെയാണ് സർക്കാരും ഉറച്ചു തന്നെ. ഇപ്പോൾ അന്വേഷണ സംഘവും ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതാണ്. ഈ അറസ്റ്റുകളും ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി സൂചിപ്പിക്കുന്നത്. അജിംഷാദ, തീർച്ചയായും അതിനുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. അതാണ് ഈ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെയാണ് കോടതിയിൽ ആവശ്യപ്പെട്ടതും. കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന്. അങ്ങനെയാണ് SIT നിലവിൽ വരുന്നതും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതുവരെ അറസ്റ്റിലായതൊക്കെയും കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ INTC നേതാക്കന്മാരായിരുന്നു, ഉദ്യോഗസ്ഥരായിരുന്നു. ഇവിടെ എൻ വാസുവും സുജു ടി ബാബു കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിലെ ചെയ്തികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ അറസ്റ്റ്, അല്ലേ? ദേവസ്വം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലെ അല്ല. തീർച്ചയായിട്ടും എൻ വാസുവിനെതിരെ ഉയർന്നു വന്ന ആരോപണവും ഈ കേസിൽ പ്രതിയാക്കപ്പെടുന്നതും എൻ വാസു ദേവസ്വം കമ്മീഷണർ 2019 സ്വർണം പൂശിയ കട്ടളപ്പാളി, അത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയായിരിക്കുന്ന കേസിലെ 1-ാം പ്രതിക്ക് നൽകിയ കേസിലാണ് എൻ വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതായത് എൻ വാസു ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായത് കട്ടളപ്പാളി കൊണ്ടുപോകുന്ന കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ആ കേസിൽ അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണറാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നീടാകുന്നത്. അത് ഈ കൈമാറ്റം ചെയ്ത ശേഷം അദ്ദേഹം പിന്നീട് ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ എൻ വാസു നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ എൻ വാസു നടത്തിയ പ്രതികരണമാണ് സ്വർണം പൂശാനുള്ള ശുപാർശയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് താൻ ചെയ്തെന്നാണ് എൻ വാസു മുമ്പ് മൊഴി നൽകിയത്. ഇക്കാര്യങ്ങൾ വാസു മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുകയും ചെയ്തിരുന്നു. കട്ടളാളിയിൽ കൊണ്ടുപോകാൻ താൻ കമ്മീഷനായിരുന്നില്ലെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. എന്നാൽ ഈ കേസിൽ അന്വേഷണം തുടർന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2010 മാർച്ച് 14 എൻ വാസു ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറി പിന്നീട് നവംബറിലാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി തിരിച്ചെത്തുന്നത്. അതായത് കട്ടളപ്പാളി കൊണ്ടുവന്ന ഘട്ടത്തിൽ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ല. എൻ വാസു ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നു. കമ്മീഷണറിൻ്റെ ഘട്ടത്തിൽ 1-ാം കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ ഈ കട്ടളപ്പാളി നൽകിയതുമായി ബന്ധപ്പെട്ട് വാസുവിന് വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ആ കേസിൽ
വാസുവിന് പങ്കുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതി റിമാൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് 2019 എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷൻ എന്ന ഘട്ടത്തിൽ മാർച്ച് 19 ഇങ്ങനൊരു നിർദ്ദേശം നൽകിയെന്നാണ് ഈ കേസിൽ മൂന്നാം പ്രതിയാക്കിയിരിക്കുന്ന വാസുവിനെതിരെ വന്നിരിക്കുന്ന കുറ്റ ആരോപണം. പിന്നീട് ഞാൻ സൂചിപ്പിച്ചുള്ള മാർച്ച് 31 കമ്മീഷൻ സ്ഥാനത്ത് മാറുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ നടത്തിയ ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഘട്ടത്തിൽ നടന്ന സ്വർണ്ണ മോഷണം ഇതിൽ എൻ വാസുവിന് പങ്കുണ്ട് എന്ന കണക്കുകൊണ്ടാണ് കേസിൽ